നമസ്കാരം. വിനോദാണ്. വിനോദത്തിൻ്റെ ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ഒന്നിച്ച് നടത്തിയ ഒരു തെക്കൻ യാത്രയുടെ 5-ാമത്തെ ഭാഗത്തിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ 4 പേര് വിവേകാനന്ദ പാറയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് റൂമിലൊക്കെ പോയി ഒന്ന് വിശ്രമിച്ച് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. പക്ഷേ ഈ 4 പേരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സന്ധ്യാകാറായി പോയോ എന്നൊരു തോന്നലുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. ഇത്തിരി നേരത്തെ ആയിപ്പോയി എന്നുള്ളതൊരു സത്യമാണെങ്കിലും അസ്തമയം കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എങ്കിലേ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇത് കന്യാകുമാരിയിലെ സൺസെറ്റ് പോയിൻ്റാണ്. സൺസെറ്റ് ബീച്ച് ആണ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയയും ഒക്കെ ഇപ്പോൾ പണിതിട്ടിട്ടുണ്ട്. സുനാമിക്ക് ശേഷമുണ്ടായ ഡെവലപ്മെൻ്റ് ആണെന്നാണ് ഇത് അറിയുന്നത്. തിരക്കായിട്ടില്ല. ഞങ്ങൾ കാഴ്ചകൾ, കടൽ, വിശാലമായി കിടക്കുന്ന കടലും അതിൻ്റെ പ്രദേശങ്ങളും ഇനിയും ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളിവിടെ കിടപ്പുണ്ട്. ഇത് കണ്ട് ഞങ്ങൾ തീരത്തേക്ക് എത്തുകയാണ്. 1-2 ചെറിയ കടകളൊക്കെ ഓപ്പണായിട്ടുണ്ട്. ഓട്ടോ നിർത്തി ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ഇറങ്ങിയ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, വൈകിട്ടില്ല. നല്ല ചൂടും നല്ല വെയിലുമാണ്. കടലിൻ്റെ കാഴ്ചകളിലൂടെ വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അസ്തമയം നല്ല ഭംഗിയായിട്ട് കാണാവുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത്. ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്തു. ഓട്ടോ ചാർജ് ഇവിടെ അവർ ചോദിക്കുന്നതാണ് ചാർജ്. ഇവിടെ 200 രൂപ വാങ്ങിച്ചു നമ്മൾ 2 കിലോമീറ്ററിന് എത്തിയപ്പോഴത്തേക്കും. ഒരു ബജിക്കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ബജിയൊക്കെ മേടിച്ചു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കാം കാക്കകൾക്കുമൊക്കെ വളരെ ഉത്സാഹം വീഡിയോയിൽ പതിയാൻ. എന്താണെങ്കിലും അവരെയും കൂടെ നമ്മൾ വീഡിയോയിലാക്കി. കല്ലും പാറകളുമൊക്കെ നിറഞ്ഞ ഒരു ബീച്ചാണ് ഈ സൺസെറ്റ് ബീച്ച് അല്ലെങ്കിൽ സൺസെറ്റ് പോയിൻ്റ്. പക്ഷെ കടലിൽ ഈ കല്ലിൻ്റെ ഇടയിലൂടെ കടൽ ആഞ്ഞടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പാതയൊക്കെ കാണാനായിട്ട് വളരെ രസകരമാണ്. ആ ലൈറ്റും ആംബിയൻസും എല്ലാം കൂടെ വളരെ രസകരമാണ്. എത്ര കണ്ടാലും മതി വരാത്ത ആ ഒരു അനുഭവമാണ് ഈ കടലിൻ്റെ കാഴ്ചകൾ നമുക്ക് തരുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നടക്കാമെന്ന് തീരുമാനിച്ചു. സൂര്യനതാ ഒന്നും ആയിട്ടില്ല. ഇതൊരു കട്ടമരമാണ്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്നറിയില്ല. കണ്ടിട്ട് ഉപയോഗയോഗ്യമല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. ആ കട്ടമരമൊക്കെ നമ്മൾ കുറേ നേരം നോക്കി നിന്നു. മണലെന്ന് പറയാനായിട്ട് ആ പ്രദേശത്ത് അധികം മണലൊന്നുമില്ല, പാറക്കെട്ടുകളാണ്. പക്ഷേ അധികം ആഴമില്ലാത്ത സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കാരണം സൺസെറ്റ് സമയത്തൊക്കെ ധാരാളം ആൾക്കാർ ഇതിലൊക്കെ ഇറങ്ങാറുണ്ട്. അല്ലാതെ അതുതന്നെയല്ല, വാർണിംഗ് ബോർഡ്സ് ഒന്നും അവിടെ കാണുന്നുമില്ല. അപകടകരമായ കടലാണെങ്കിൽ തീർച്ചയായും ഒരു വാർണിംഗ് സിഗ്നലൊക്കെ അവിടെ കാണണമല്ലോ. അതൊന്നും അവിടെ കാണുന്നുമില്ല. അതുകൊണ്ടത് അപകടം കുറഞ്ഞ സ്ഥലമാണെന്ന് വേണം കരുതാനായിട്ട്. എല്ലാവരും കടൽ തിരയും എണ്ണുന്നുണ്ട്. കൂട്ടത്തിൽ കക്കയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുമുണ്ട്. തിരക്കില്ലാത്തതുകൊണ്ടും ആൾക്കാർ അധികമില്ലാത്തതുകൊണ്ടും നടക്കാമല്ലോ. രായമാഷി ഇവിടുത്തെ മണലിനെക്കുറിച്ച് എന്തോ ഒരു കാര്യം പറഞ്ഞു. ഈ കന്യാകുമാരിയിലെ മണലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് പുള്ളി എന്തോ കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് നമുക്കറിയില്ല. ഇതവിടെ മത്സ്യബന്ധനത്തിനുള്ള വലകളൊക്കെ ശരിയാക്കിക്കൊണ്ട് കുറച്ച് ആൾക്കാരിയ്ക്കുന്നു. പാറപ്പുറത്ത് കാക്കയും ഒക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ ക്യാമറ കാണുമ്പോഴാണോ നമ്മളെ കാണുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. കാക്കയൊക്കെ ഇപ്പോൾ പറന്നു പോകും. കടലിൻ്റെ ഈ ശബ്ദം കേൾക്കാൻ വളരെ
രസകരമാണ്. സംഗീതം പൊഴിക്കുന്ന കടലെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന പോലെയുള്ള വളരെ താളത്തിൽ അലയടിച്ച് ഇരച്ചു വരുന്ന കടൽ. പൊതുവെ വലിയ തിരമാലകളില്ല, ശാന്തമാണെന്ന് വേണം കരുതാൻ. ഈ സൺസെറ്റ് സമയത്തുള്ള ഈ സൂര്യൻ്റെ പ്രകാശം, ഈ മഞ്ഞപ്പ് കൂടിയ ആ ഒരു പ്രകാശം കാണുക, പാറയിൽ തട്ടിയത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള ഭംഗി, അത് എത്ര പറഞ്ഞാലും അതിൻ്റെ ഭംഗി നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. മണൽ, ഇവിടെയും കരിമണലുണ്ട്. ഇവിടെ ആരും വരുന്നില്ലെന്നാണ് തോന്നുന്നത്. സൈഡിൽ കടൽ ഭിത്തിയുണ്ട് കേട്ടോ. ടെട്രാപോഡുകളല്ല, പാറയിട്ടിട്ടുണ്ട്. പക്ഷെ ആ ദൂരെ കാണുന്ന ഒരു പുലിമുട്ട് പോലെ കാണുന്നത് ടെട്രാപോഡ് ഇട്ട് നീട്ടിയെടുത്തിരിക്കുന്ന ഭാഗമാണ്. മണലിലൂടെ ഞങ്ങൾ കുറച്ചു നേരം നടന്നു. കടലിൻ്റെ ഇത് സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. കുറേ നേരം കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് ഇനി ഇന്നത്തെ അസ്തമയം 6:36 കാണിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ടൗണിലോളം പോയി വരാമെന്നുള്ള തീരുമാനത്തിൽ വീണ്ടും ഞങ്ങളൊരു ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ കയറി വീണ്ടും കന്യാകുമാരി ഗാന്ധി മണ്ഡപത്തിൻ്റെ അടുത്ത് പോയി. അവിടെയാണ് ഷോപ്പിങ്ങിനും മറ്റുമുള്ള സൗകര്യങ്ങളുള്ളത്. വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ടൂറിസത്തിന് വരുന്ന ആൾക്കാരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയൊക്കെയാണ് ഈ റോഡ്. നമ്മൾ ടൗണിലേക്കുള്ള യാത്രയിലാണ്. ഓട്ടോക്കാരൻ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒന്ന് ടൗണിലിറങ്ങി നമ്മൾ കുറച്ചുകൂടെ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഭാഗത്ത് വന്ന് നിന്ന് കടലിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. പണ്ടിതൊരു വിശാലമായിരുന്ന ബീച്ചായിരുന്നുവെന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ അവിടെ മത്സ്യബന്ധന വള്ളങ്ങൾ അടുക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണാം. വീണ്ടും ഈ സൺസെറ്റ് പോയിന്റിലേക്ക് നടന്നു പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ സൂര്യൻ 6 മണിയോളമായി. സൂര്യനേതാ നമുക്ക് നേരെ മുമ്പിൽ കാണാം. അപ്പോൾ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. സൂര്യൻ താഴ്ന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഒരു നല്ല സ്പോട്ട് കിട്ടിയാലേ നമുക്കത് സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെയൊരു ഭംഗിയുള്ള ഒരു സ്ഥലം തപ്പി നമ്മൾ നടക്കുമ്പോഴാണ് അവിടുത്തെ ഒരു വാച്ച് ടവർ, സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൈറൽ ടവറുണ്ട്. ആ ടവർ അതിൽ എൻട്രി ഫീ 30 രൂപയാണ്. 6:30 വരെ അതിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അത് പോയിട്ട് കാര്യമില്ല, കാരണം അസ്തമയം കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സ്പൈറൽ ടവറിൻ്റെ ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുമ്പുള്ള ഫ്ലോറിൽ ഞങ്ങൾ പോയി നിന്നു. അവിടെ നിന്ന് ക്യാമറയൊക്കെ ഫിക്സ് ചെയ്തു. സൂര്യൻ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സൺറൈസ് അല്ല പ്രഭാതത്തിലെ സൂര്യോദയം കാണാൻ നിന്നതുപോലെ തന്നെ ഇന്നും അദ്ദേഹം കടലിൽ താഴുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം താഴെ ഭാഗത്ത് നല്ല കാർമേഘങ്ങളുണ്ട്. എത്ര നേരം കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കി നിൽക്കാം. അസ്തമയം സമയമായില്ലെങ്കിലും അദ്ദേഹം അപ്രത്യക്ഷമായി. അങ്ങനെ സൂര്യാസ്തമയം ഞങ്ങൾ കണ്ടു എന്ന് പറയാം. കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കാണുന്നതിനൊരു ഭാഗ്യമാണ്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ഭാഗം വരുന്നതുവരേക്കും നന്ദി.